നമസ്കാരം സുഹൃത്തുക്കളെ. ജീവിതമെന്നത് ഒരു വലിയ കടലാണ്. ചിലപ്പോൾ ശാന്തം, ചിലപ്പോൾ പ്രക്ഷുബ്ധം. ഈ യാത്രയിൽ നാം പലപ്പോഴും ഒറ്റയ്ക്കാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. തോൽവികൾ വേട്ടയാടുമ്പോഴും ആരും സഹായിക്കാനില്ലെന്ന് വിചാരിച്ച് തളർന്നിരിക്കുമ്പോഴും നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു സത്യമുണ്ട്. പ്രപഞ്ചത്തിന്റെ ശക്തി, അഥവാ ആ ദൈവിക ചൈതന്യം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഭാരതം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകനും സാമ്പത്തിക വിദഗ്ധനും യുദ്ധതന്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ പറയുന്നത്, ഒരാൾക്ക് ദൈവാനുഗ്രഹമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ആകാശത്തുനിന്ന് വെളിപാടുകൾ ഉണ്ടാവേണ്ടതില്ല എന്നാണ്. പകരം അയാളുടെ സ്വഭാവത്തിലും ജീവിത സാഹചര്യങ്ങളിലും പ്രകടമാകുന്ന ചില മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. യഥാ ഹ്യേകേന ചക്രേണ ന രഥസ്യ ഗതിർഭവേത് ഏവം പുരുഷകാരേണ വിനാ ദൈവം ന സിദ്ധ്യതി എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. ഒരു ചക്രത്തിൽ മാത്രം രഥം മുന്നോട്ട് നീങ്ങാത്തതുപോലെ വെറും കഠിനാധ്വാനം കൊണ്ടോ വെറും ഭാഗ്യം കൊണ്ടോ മാത്രം ഒരാൾക്ക് വിജയിക്കാനാവില്ല. ഇവ രണ്ടിന്റെയും കൂടിച്ചേരലാണ് ജീവിതം. നിങ്ങളുടെ കഠിനാധ്വാനത്തിനൊപ്പം ഈശ്വരന്റെ കരങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്ന് ഈ 7 ലക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അചഞ്ചലമായ മനഃശക്തിയാണ്. ആചാര്യ ചാണക്യൻ വിശ്വസിച്ചിരുന്നത് മനസ്സിനെ കീഴടക്കിയവൻ ലോകത്തെ കീഴടക്കി എന്നാണ്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ, മറ്റുള്ളവർ തകർന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേക ധൈര്യവും സമാധാനവും അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ അത് ദൈവത്തിന്റെ കയ്യൊപ്പാണ്. ഇതിനർത്ഥം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നേരിടാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ എന്നാണ്. വീഴുമ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉള്ളിലെ ചൈതന്യമാണ്. ഭയത്തിനു പകരം വ്യക്തതയോടെ കാര്യങ്ങളെ കാണാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നു. കഠിനമായ ദുഃഖത്തിനിടയിലും ഒരു പുഞ്ചിരിയോടെ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നത് ചെറിയ കാര്യമല്ല. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്നാലും ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കും. പ്രതിസന്ധികൾ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള പടവുകളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ നിങ്ങളുടെ ലക്ഷ്യബോധത്തെ തകർക്കാൻ അനുവദിക്കാത്തത് ഒരു വലിയ സിദ്ധിയാണ്. ഏതിരുട്ടിലും ഒരു ചെറിയ പ്രകാശം കണ്ടെത്താനുള്ള ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ ദൈവം നിറച്ചിരിക്കുന്നു. പരാജയങ്ങളെ ഭയപ്പെടാതെ അവയെ അനുഭവങ്ങളായി മാറ്റാനുള്ള കരുത്ത് ദൈവാനുഗ്രഹമാണ്. മാനസികമായ ഈ സ്ഥിരതയാണ് ഒരാളെ സാധാരണക്കാരിൽ നിന്ന് മഹാന്മാരിലേക്ക് ഉയർത്തുന്നത്. വിപരീത സാഹചര്യങ്ങളിൽ പതറാതെ നിൽക്കാനുള്ള കരുത്ത് എല്ലാവർക്കും ലഭിക്കില്ല. ഭയം നിങ്ങളെ തളർത്തുന്നില്ലെങ്കിൽ, പ്രതിസന്ധികളെ ഒരു പാഠമായി കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളെ വഴി നടത്താൻ അദൃശ്യമായ ഒരു ശക്തി കൂടെയുണ്ട്. ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ മൂലധനം എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ അടയാളം മറ്റുള്ളവരോടുള്ള കരുണയും വിനയവുമാണ്. അധികാരവും സമ്പത്തും കൂടുമ്പോൾ മനുഷ്യൻ അഹങ്കാരിയാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ എത്ര ഉയരത്തിലെത്തിയാലും താഴെത്തട്ടിലുള്ളവരോട് കരുണയോടും വിനയത്തോടും പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ദൈവികത വസിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. പാവപ്പെട്ടവന്റെ കണ്ണുനീർ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം അലിയുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളിൽ കുടികൊള്ളുന്നു. സ്വാർത്ഥതയില്ലാതെ മറ്റൊരാൾക്ക് ഗുണം ചെയ്യാൻ നിങ്ങളുടെ കൈകൾ താനേ നീളുന്നു. വിനയമെന്നത് ദുർബലതയല്ല, മറിച്ച് ദൈവികമായ ഒരു ആഭരണമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. വാശിയും ദേഷ്യവും മാറ്റിനിർത്തി സ്നേഹത്തോടെ സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും ആ പ്രപഞ്ച ചൈതന്യത്തെ ദർശിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. അധികാരത്തിന്റെ കൊടുമുടിയിലിരിക്കുമ്പോഴും വിവേകം കൈവിടാതെ പ്രവർത്തിക്കാൻ ദൈവം പ്രേരിപ്പിക്കുന്നു. ചെറിയ സഹായങ്ങളെപ്പോലും നന്ദിയോടെ സ്മരിക്കാൻ നിങ്ങൾക്കൊരു വിമുഖതയുമില്ല. മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടാതെ സന്തോഷിക്കാൻ കഴിയുന്നത് ദൈവാനുഗ്രഹം തന്നെയാണ്. മൃഗങ്ങളോടും പ്രകൃതിയോടുമുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആത്മീയ ഔന്നത്യത്തെ കാണിക്കുന്നു. മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം എന്ന് നിങ്ങൾ ജീവിതത്തിലൂടെ തെളിയിക്കുന്നു. ചാണക്യൻ പറയുന്നു, വിദ്യാ ദദാതി വിനയം. യഥാർത്ഥ അറിവും ദൈവാനുഗ്രഹവുമുള്ളവൻ ഒരിക്കലും അഹങ്കരിക്കില്ല. മറ്റൊരാളുടെ വേദന കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുടിക്കുന്നുണ്ടോ? പ്രതിഫലം ഇച്ഛിക്കാതെ ആരെങ്കിലും സഹായിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ദൈവം നിങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമതായി, ദൈവിക ഇടപെടലിന്റെ മറ്റൊരു തെളിവ് ശരിയായ സമയത്തെടുക്കുന്ന ശരിയായ തീരുമാനങ്ങളാണ്. പലപ്പോഴും ജീവിതത്തിലെ വലിയ അപകടങ്ങളിൽ നിന്ന് നാം തലനരിയരയ്ക്ക് രക്ഷപ്പെടാറുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ഉൾപ്രേരണയാൽ നാം എടുത്ത ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഇതിന് നാം ഭാഗ്യമെന്ന് വിളിക്കും. എന്നാൽ ചാണക്യൻ ഇതിനെ വിളിക്കുന്നത് ദൈവീകമായ ഉൾക്കാഴ്ച എന്നാണ്. ലോജിക്ക് കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നു. അപകടം വരുന്ന വഴിയിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ആരോ ഉണ്ട് എന്ന് തോന്നും. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്ന കാര്യത്തിൽ നിങ്ങളുടെ മനസാക്ഷി ശരിയായ ദിശ കാണിക്കുന്നു. നിരാശയുടെ നിമിഷങ്ങളിൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഒരു ഫോൺ കോളോ സന്ദേശവോ വഴികാട്ടിയാകുന്നു. തിടുക്കം കാണിക്കാതെ കാത്തിരിക്കേണ്ട സമയത്ത് കാത്തിരിക്കാനുള്ള ക്ഷമ ദൈവം നൽകുന്നു. നഷ്ടമെന്നു തോന്നിയ പല കാര്യങ്ങളും പിന്നീട് ഗുണമായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
ശരിയായ മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ ദൈവം അന്തരീക്ഷമൊരുക്കുന്നു. മനസ്സിന്റെ ഉള്ളിൽ നിന്നുയരുന്ന ആ ശബ്ദം നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ലളിതമായ പരിഹാരം പെട്ടെന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ ഉദിക്കുന്നു. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാനുള്ള ഈ കഴിവിനെയാണ് പ്രജ്ഞ എന്ന് വിളിക്കുന്നത്. ബുദ്ധിമുട്ട് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ശരിയായ വഴി തെളിഞ്ഞുവരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ മാത്രം ബുദ്ധിയല്ല, മറിച്ച് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൂചനകളാണ്. വിവേകബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്നത് ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. നാലാമതായി ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്നത് ലളിതമായ ജീവിതശൈലിയും സംതൃപ്തിയുമാണ്. കൂടുതൽ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ കയ്യിലുള്ളതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നവർ വളരെ ചുരുക്കമാണ്. ചാണക്യനീതിപ്രകാരം അമിതമായ ആഗ്രഹങ്ങളില്ലാതെ തനിക്ക് ലഭിച്ചതിൽ സംതൃപ്തി കണ്ടെത്തുന്ന വ്യക്തിക്ക് ദൈവസാമീപ്യം കൂടുതലായിരിക്കും. ഭൗതിക സുഖങ്ങൾക്കപ്പുറം മനസ്സിന്റെ സമാധാനത്തിന് നിങ്ങൾ മുൻഗണന നൽകുന്നു. അത്യാഗ്രഹം നിങ്ങളെ അടിമയാക്കാതെ ആവശ്യങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. മറ്റുള്ളവരുടെ ആഡംബരങ്ങൾ കണ്ട് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നില്ല. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ലളിതമായ ജീവിതം നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നു. ആഹാരത്തിലും വസ്ത്രത്തിലും അമിതമായ പ്രകടനപരത നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കയ്യിലുള്ള ചെറിയ കാര്യങ്ങളെപ്പോലും ആസ്വദിക്കാനുള്ള മനസ്സ് ദൈവം തന്ന നിധിയാണ്. ലഭിക്കാത്തതിനെ ഓർത്ത് സങ്കടപ്പെടാതെ ലഭിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. സമാധാനപരമായ ചുറ്റുപാട് പണത്തേക്കാൾ വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ജീവിതത്തിന്റെ ലളിതമായ സത്യങ്ങളെ നിങ്ങൾ ആദരവോടെ കാണുന്നു. സംതൃപ്തമായൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ്. സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എത്ര വലിയ കൊട്ടാരത്തിൽ കഴിഞ്ഞാലും സമാധാനമില്ലെങ്കിൽ അവിടെ ദൈവമില്ല. എന്നാൽ ഒരു ചെറിയ കുടിലിലാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ശാന്തിയുണ്ടെങ്കിൽ അവിടെ ഈശ്വരനുണ്ട്. അഞ്ചാമത്തെ ലക്ഷണം സത്യസന്ധതയോടുള്ള പ്രതിബദ്ധതയാണ്. സത്യത്തിന്റെ പാത കഠിനമാണ്, പക്ഷെ ചാണക്യൻ പറയുന്നത് സത്യേന ധാര്യതേ പൃഥ്വി എന്നാണ്. സത്യത്തിന്മേലാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി കള്ളം പറയാനോ ആരെയും ചതിക്കാനോ നിങ്ങളുടെ മനസാക്ഷി അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാണ്. കള്ളം പറഞ്ഞു നേടുന്ന വിജയത്തേക്കാൾ സത്യസന്ധമായ പരാജയം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും ഒരു പൊരുത്തമുണ്ടാകും. മറ്റൊരാളുടെ മുതൽ അന്യായമായി കൈക്കലാക്കാൻ നിങ്ങളുടെ മനസ്സനുവദിക്കില്ല. ആരും കാണുന്നില്ലെങ്കിലും ശരിയായ കാര്യം മാത്രം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. സത്യം വിളിച്ചു പറയാൻ ആവശ്യമായ ധൈര്യം ദൈവം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തി ഒരു നേട്ടവും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സുതാര്യമായ ജീവിതം നയിക്കുന്നതിനാൽ നിങ്ങൾക്കൊന്നിനെയും ഭയപ്പെടാനില്ല. നീതിക്കുവേണ്ടി നിലകൊള്ളുമ്പോൾ ലഭിക്കുന്ന ആത്മസംതൃപ്തി വലുതാണ്. കപടം നിറഞ്ഞ ലോകത്ത് നിങ്ങളുടെ തനിമ നിലനിർത്താൻ ദൈവം സഹായിക്കുന്നു. സത്യം കൈവിടാത്തവനെ കാലം ഒരു നാളും കൈവിടില്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. തിന്മയുടെ വഴിയിലൂടെ വേഗത്തിൽ വിജയിക്കാൻ പക്ഷേ ആ വിജയം നിലനിൽക്കില്ല. കഷ്ടപ്പെട്ടാണെങ്കിലും നേരായ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഓരോ ചുവടിലും കൂടെയുണ്ട്. ആറാമതായി ശത്രുക്കൾക്ക് പോലും ദോഷം ആഗ്രഹിക്കാത്തൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുറപ്പിക്കാം. നിങ്ങളെ ഉപദ്രവിച്ചവരോട് പകവീട്ടാൻ അവസരം ലഭിച്ചിട്ടും അവരോട് ക്ഷമിക്കാനും അവർക്ക് നല്ലതു വരണമെന്നാഗ്രഹിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല. അത് ദൈവീകമായൊരു ഗുണമാണ്. പകയുടെ കനൽ മനസ്സിൽ പേറുന്നത് നിങ്ങളുടെ സമാധാനം കളയുമെന്ന് നിങ്ങൾക്കറിയാം. മറ്റുള്ളവരുടെ തിന്മയെ നന്മ കൊണ്ട് നേരിടാനുള്ള പക്വത ദൈവം നൽകുന്നു. ശത്രുതയേക്കാൾ സ്നേഹത്തിനാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുക എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളെ തളർത്താൻ നോക്കുന്നവർക്കു വേണ്ടിപ്പോലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുക എന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തെല്ലാവരും സമാധാനത്തോടെ കഴിയണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നെഗറ്റീവ് ഊർജ്ജത്തെ പോസിറ്റീവാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഒരു തർക്കത്തിൽ ജയിക്കുന്നതിനേക്കാൾ ഒരു ബന്ധം നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഉള്ളിൽ വെറുപ്പില്ലാത്തതിനാൽ നിങ്ങളുടെ മുഖത്തെ എപ്പോഴും ഒരു പ്രസന്നതയുണ്ട്. ലോക നന്മയ്ക്കായി സമർപ്പിക്കപ്പെട്ടൊരു മനസ്സ് ഈശ്വരന്റെ ഇരിപ്പിടമാണ്. ക്ഷമയെന്നത് ബലഹീനതയല്ല, മറിച്ച് ഏറ്റവും വലിയ കരുത്താണെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. പ്രതികാരം ചെയ്യുന്നവൻ ഒരു നിമിഷത്തെ സന്തോഷം നേടുന്നു, എന്നാൽ ക്ഷമിക്കുന്നവൻ ജീവിതകാലം മുഴുവൻ സമാധാനം നേടുന്നു. ഈ സമാധാനം ദൈവത്തിൽ നിന്നു മാത്രം ലഭിക്കുന്നതാണ്. ഏഴാമത്തെയും അവസാനത്തെയും ലക്ഷണം ഏകാന്തതയിൽ ലഭിക്കുന്ന ആനന്ദമാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയമോ വിരസമോ തോന്നുന്നില്ലേ? പകരം ആ ഏകാന്തതയിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നുണ്ടോ? പുറം ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾ സ്വയം കണ്ടെത്തുന്നു. മൗനത്തിലൂടെ പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു.
ഏകാന്തത നിങ്ങൾക്ക് ശിക്ഷയല്ല, മറിച്ച് സ്വയം പുതുക്കാനുള്ള അവസരമാണ്. ജനക്കൂട്ടത്തിനിടയിലും നിങ്ങളുടെ ഉള്ളിലൊരു ശാന്തത നിങ്ങൾ സൂക്ഷിക്കുന്നു. പുസ്തകങ്ങളിലൂടെയും ചിന്തകളിലൂടെയും നിങ്ങൾ ദൈവീകമായ സംവാദം നടത്തുന്നു. സ്വന്തം തെറ്റുകൾ തിരുത്താൻ ഈ ഏകാന്ത നിമിഷങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നു. മറ്റൊരാളുടെ സാന്നിധ്യമില്ലാതെയും നിങ്ങൾ പൂർണ്ണനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ധ്യാനാത്മകമായ ജീവിതം നിങ്ങളുടെ ആരോഗ്യത്തെയും മനസ്സിനെയും മെച്ചപ്പെടുത്തുന്നു. പ്രകൃതിയുടെ സംഗീതം ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഈ മൗനത്തിൽ കഴിയുന്നു. ആന്തരികമായ ഒരു സംതൃപ്തി നിങ്ങളുടെ ഏകാന്തതയെ ആഘോഷമാക്കി മാറ്റുന്നു. ദൈവം കൂടെയുള്ളവർക്ക് ഒരിക്കലും ഒറ്റപ്പെടൽ അനുഭവപ്പെടില്ല. അവർക്ക് പ്രപഞ്ചവുമായുള്ള ഒരു ആത്മീയ ബന്ധം എപ്പോഴും അനുഭവപ്പെടും. പ്രാർത്ഥനയിലൂടെയോ ധ്യാനത്തിലൂടെയോ നിങ്ങൾക്ക് ലഭിക്കുന്ന ആന്തരിക സമാധാനം തന്നെയാണ് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചാണക്യൻ നമുക്ക് നൽകിയ ഈ 7 ലക്ഷണങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് ജീവിതത്തിൽ നാം വളർത്തിയെടുക്കേണ്ട ഉന്നതമായ മൂല്യങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. കാരണം പ്രപഞ്ചനാഥൻ നിങ്ങളുടെ പിന്നിലുണ്ട്. നിങ്ങളുടെ ഓരോ ചലനവും ആ അദൃശ്യശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നു. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ വെറും താൽക്കാലികമാണ് എന്ന് തിരിച്ചറിയുക. നന്മയുടെ പാതയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് കാലം കാത്തുവച്ചിരിക്കുന്നത് വലിയ വിജയങ്ങളാണ്. നിങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ നിങ്ങളുടെ നന്മയ്ക്കായി മാത്രമുള്ളതാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം നിങ്ങളുടെ ഈ നല്ല ചിന്തകൾ തന്നെയാണ്. ഒരിക്കലും തളരാതിരിക്കുക, മുന്നോട്ടു നീങ്ങുക. ഓർക്കുക, ദൈവം ആകാശത്തിരിക്കുന്ന ഒരു രൂപമല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ്, നിങ്ങളുടെ സത്യസന്ധതയാണ്, നിങ്ങളുടെ കരുണയാണ്. ചാണക്യൻ പറഞ്ഞതുപോലെ, ന ദേവോ വർത്തതേ കാഷ്ഠേ ന പാഷാണേന മൃണ്മയേ ഭാവേഹി വർത്തതേ ദേവ തസ്മാത് ഭാവോ ഹി കാരണം. അതായത്, ദൈവം തടിയിലോ കല്ലിലോ മണ്ണിലോ അല്ല ഇരിക്കുന്നത്, അത് നിങ്ങളുടെ ശുദ്ധമായ ഭാവത്തിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സും പ്രവൃത്തിയും ശുദ്ധമായി സൂക്ഷിക്കുക. കാലം നിങ്ങൾക്കനുകൂലമായി വരും. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ. എന്നും നന്മ മാത്രം പകരുക. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ എത്രയെണ്ണം നിങ്ങളിലുണ്ട്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ജീവിതം പ്രകാശമയമാകട്ടെ. നന്ദി, നമസ്കാരം.